ഹായ് എവരിവൺ, 5 സ്റ്റെപ്പിൽ ഈസിയായി ഒരു ചിക്കൻ ബിരിയാണി പ്രിപ്പയർ ചെയ്താലോ? വരും കാണാം. 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കുക്കിംഗ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2.5 ടേബിൾ സ്പൂൺ, നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ, മല്ലിയിലയും പുതിനയിലയും 2 തണ്ട് വീതം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 30 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. പ്രോ ടിപ്പ് 1: മല്ലിയുടെയും പുതിനയുടെയും തണ്ടുകൾ കളയാതെ മാറ്റി വയ്ക്കുക. അരി വേവിക്കുമ്പോൾ ചേർക്കുന്നത് നല്ല നെയ്ച്ചോറിൻ്റെ മണം നൽകും. ഗാർണിഷ് ചെയ്യാൻ വേണ്ട സവാള നീളത്തിൽ തിൻ സ്ലൈസുകൾ ആയി അരിയുക. പാൽപ്പൊടിയോ കോൺഫ്ലവറോ അല്പം ചേർത്ത് മിക്സ് ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറമാണ് വരേണ്ടത്. ഇതേ എണ്ണയിൽ തന്നെ ദമ്മിൽ ചേർക്കാൻ ആവശ്യമായ കശുവണ്ടിയും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ മസാല കൂട്ട് തയ്യാറാക്കുന്നതിന് 5-6 മീഡിയം സവാളയും 2 മീഡിയം സൈസ് ടൊമാറ്റോയും 4 പച്ചമുളകും എടുക്കുക. ജിഞ്ചർ ഗാർലിക് അരച്ചത് 1 ടേബിൾ സ്പൂൺ. പ്രോ ടിപ്പ് 2: ദം ഗാർണിഷ് ചെയ്യാൻ സവാളയും കശുവണ്ടിയും കിസ്മിസും വറുത്തെടുത്ത അതേ എണ്ണ തന്നെ ചിക്കൻ കൂട്ടിനായി ഉപയോഗിക്കുക. ഇനി സ്പൈസസ് ആഡ് ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് ബേ ലീഫ് 1 എണ്ണം, സ്റ്റാർ അനീസ് 2 എണ്ണം, ഏലക്ക 3 എണ്ണം, പട്ട 2 സ്റ്റിക്കുകൾ. അല്പം നേരം ഈ സ്പൈസസ് എണ്ണയിൽ മൂപ്പിക്കുക. തുടർന്ന് 1 ടീസ്പൂൺ ജീരകം ചേർക്കുക. അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കുക. ഈ സ്പൈസ് മിക്സ് എണ്ണയിൽ നന്നായി മൂപ്പിച്ചതിന് ശേഷം സവാള ആഡ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ സവാള അല്പം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുക. ഒരു ട്രാൻസ്ലൂസൻറ്റ് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ മസാലപ്പൊടികൾ: മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ എന്നിവ ചേർത്ത് മസാലകളുടെ പച്ച മണം മാറും വരെ 2-3 മിനിറ്റോളം ഇളക്കുക. എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് ഇളക്കുക. പ്രോ ടിപ്പ് 3: ആഡ് ചെയ്ത തക്കാളി മസാലക്കൂട്ടുമായി നന്നായി മിക്സ് ആയോ എന്നറിയാൻ വശങ്ങളിൽ ഇങ്ങനെ എണ്ണ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ അറിയാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂട്ട് ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചിക്കൻ്റെ കൂടെയോ മുമ്പ് സവാള വഴറ്റുമ്പോഴോ ചേർക്കാവുന്നതാണ്. കുരുമുളക് 1 ടീസ്പൂൺ, ചിക്കൻ മസാലയോ ബിരിയാണി മസാലയോ 1 ടേബിൾ സ്പൂൺ, അല്പം വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് അടിപിടിക്കാതെ ചിക്കൻ കൂട്ട് തയ്യാറാക്കിയെടുക്കുക. പ്രോ ടിപ്പ് 4: ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുൻപ് അല്പം പുതിനയിലയും മല്ലിയിലയും ചേർക്കുന്നത് ഈ ചിക്കൻ മസാലക്കൂട്ടിന് ഒരു ഒതൻറ്റിക് ബിരിയാണി ഫ്ലേവർ നൽകും. പ്രോ ടിപ്പ് 5: വെള്ളത്തിൽ കുതിർത്ത അരിയാണെങ്കിൽ ഈക്വൽ അളവ് എടുക്കുക. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം. കുതിർക്കാതെ ഡയറക്റ്റായി കഴുകിയിടുകയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നതാണ് സ്റ്റാൻഡേർഡ് അളവ്. ഇവിടെ വെള്ളത്തിൽ കുതിർത്ത ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ചേർക്കുക. കറുകപ്പട്ട 2 കഷ്ണം, ബേ ലീഫ് 1 എണ്ണം, ക്ലൗസ് 3-4 എണ്ണം, പോപ്പി സീഡ്സ് 1 ടീസ്പൂൺ, ബ്ലാക്ക് പെപ്പർ കുരുമുളക് 1 ടീസ്പൂൺ, സ്റ്റാർ അനീസ് 1-2 എണ്ണം. മുമ്പ് മാറ്റിവെച്ച മല്ലിയില തണ്ടുകൾ ചേർത്ത് കൊടുക്കുക. ജീരകം 1 ടീസ്പൂൺ, ഓയിൽ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1-2 ടീസ്പൂൺ, നാരങ്ങാ നീര് 2 ടേബിൾ സ്പൂൺ. 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തിളച്ചു കഴിയുമ്പോൾ മണത്തിന് വേണ്ടി നേരത്തെ ചേർത്ത തണ്ടുകൾ എടുത്ത് കളയുക. സ്റ്റൗ ലോ ഫ്ലെയിം ആക്കി കുതിർത്ത് വെച്ച അരി ഇടുക. അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. പാകമായ അരി ഇങ്ങനെ പാത്രങ്ങളിലാക്കി തണുപ്പിക്കുന്നത് വെന്തുടയാതെയും ഒട്ടിപ്പിടിക്കാതിരിക്കാനും സഹായിക്കും. നെയ്യ് 5-6 ടീസ്പൂൺ ഇടുക. നെയ്യ് ദം ചെമ്പിൻ്റെ വശങ്ങളിലേക്കും പുരട്ടുക. ഫസ്റ്റ് ലെയറിൻ്റെ ആദ്യം ബേസായി ചിക്കൻ മസാലക്കൂട്ടും കശുവണ്ടി, കിസ്മിസ്, പൈനാപ്പിൾ, പുതിന, മല്ലിയിലകളും സവാള ഗാർണിഷിങ്ങും ചേർക്കുക. ഇനി അരി ഇടുക. മുകളിൽ നെയ്യും ഇലകളും കശുവണ്ടി, കിസ്മിസ്, സവാള ഗാർണിഷിങ്ങും ചേർക്കുക. ഇങ്ങനെ 2-3 ലെയറായി ദം സെറ്റ് ചെയ്യുക. പ്രോ ടിപ്പ് 6: ബിരിയാണി ചെമ്പ് ഇങ്ങനെ ഇൻഡയറക്റ്റായി അടപ്പിൽ ഒരു വെയിറ്റ് വെച്ച് സിമ്മർ ഫ്ലെയിമിൽ 20-30 മിനിറ്റോളം ദം ചെയ്തെടുക്കുക. സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി തയ്യാർ. സെർവ് ചെയ്ത് എൻജോയ് ചെയ്യൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.